അസ്സലാമു അലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എവിടെ പോകുന്നല്ലേ, നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട്. ദുബായ് ടു ഒമാൻ. നമുക്ക് ദുബായിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ റെസിഡൻസി വിസ ഉള്ളവർക്ക് വലിയ ക്രൈറ്റീരിയാസ് ഒന്നുമില്ല അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഹത്ത ബോർഡർ ത്രൂ ആണ് പോകുന്നത്. പിന്നെ വേറെ ബോർഡർ വഴി പോകാൻ പറ്റും, അല്ലൈനിലേക്ക് പോയിട്ട് അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതിന് മുന്നേ ഒമാനിലേക്ക് പോയപ്പം ഇതിലേ തന്നെയാണ് പോയത്. അപ്പം ഇത് തന്നെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി ഈസി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിലേ തന്നെയാണ് പോയത്. പിന്നെ ഹത്ത ബോർഡറിൽ നിന്ന് പിന്നെ നമ്മുടെ പാസ്പോർട്ട്, പിന്നെന്താ പറയുക എമിറേറ്റ്സ് ID, പിന്നെന്താ അതൊക്കെയാണ് കൊടുക്കേണ്ടത്. അവിടെ അത്രയേ ഉള്ളൂ. ദുബായ് ബോർഡറാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒമാൻ ബോർഡർ ഉണ്ട്, അവിടുന്നും ഇതേപോലെ തന്നെയാണ്. പിന്നെ പെർ ഹെഡ് 35 ദിർഹംസ് കൊടുക്കണം. പിന്നെ കാറിന് ഇൻഷുറൻസ് എടുക്കുക, അതൊക്കെയാണുള്ളത്. പിന്നെ നമ്മുടെ സ്വന്തം കാറല്ലെങ്കിൽ ഒന്നിക്കൽ ഇത് കമ്പനി കാറൊക്കെ ആണെങ്കിൽ NOC നിങ്ങൾ ഒരു NOC എടുക്കണം. അതൊക്കെയാണുള്ളത്. പിന്നെ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമ്മളങ്ങനെ നൈറ്റിലാണ് വീട്ടിലെത്തിയത്. പിന്നെ അവിടെ അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ചു, സ്റ്റേ ചെയ്തു. പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ ഫുള്ള് കളിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ദുബായിൽ ഫ്ലാറ്റിലുണ്ടേ താമസിക്കുന്നത്. അതുകൊണ്ട് അവർ ഇടയ്ക്കൊക്കെ നമ്മൾ പാർക്കിൽ കളിക്കാൻ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇതേപോലെ ഡെയിലി കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇവിടെ വീട്ടിൽ വന്നപ്പം ശരിക്കും അവർക്ക് നാട്ടിൽ പോയ പോലെ എൻ്റെ തോന്നുന്നുണ്ട്. ഭയങ്കര കളിയും ഭയങ്കര ഹാപ്പിയും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒമാൻ എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സലാലയാണ് കൂടുതൽ ആൾക്കാരും നമ്മൾ മൈൻഡിലേക്ക് പോകാം. സലാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒമാനിൽ നിന്ന് അടുത്തൊന്നല്ല, കുറേ ദൂരമുണ്ട്. കുറച്ച് എനിക്കൊന്ന് 6 to 7 ഹവറെങ്കിലും പോകാനുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ സലാല എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ നാട് തന്നെയാണ്. ഫുള്ള് തെയ്യും പിന്നെ വാഴയും ഒക്കെ ഉണ്ട് അവിടെ. ഒമാൻ എന്ന് പറയുമ്പം ഫുൾ മൗണ്ടെയിൻസേ ഉള്ളൂ. പിന്നെ കുറേ എന്താ പറയുക കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ചൈനയിൽ 1 ഡേ മാത്രമല്ല സ്റ്റേ ചെയ്തിട്ടുള്ളൂ. 1 ഡേ സ്റ്റേ ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ മെയിൻ ഇത് തന്നെയാണ്, നമ്മൾ റോഡിലേ പോകുമ്പം എവിടെ നോക്കിക്കഴിഞ്ഞാലും മൗണ്ടൻസ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അതും കുറേ കളേഴ്സിലൊക്കെയാണ് കാണാം. നമ്മൾ ക്യാൻവാസിലും നമ്മുടെ സ്കൂളിലൊക്കെ ആയാലും പഠിക്കുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും നമ്മളെ മൈൻഡിൽ മൗണ്ടെയിൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ബ്രൗൺ കളറല്ലേ. ശരിക്കും പറഞ്ഞാൽ ബ്രൗൺ മാത്രമൊന്നുമല്ല, വേറെ കളേഴ്സൊക്കെ ഉണ്ട്. അവിടെ ബ്രൗണും ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ മൗണ്ടെയിൻസ് കാണാനും വേറെ തന്നെ രസമാണ്. പിന്നെന്താ നമ്മളിതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അങ്ങനെ ഒരു പ്ലേസിലേക്ക് പോയാണ്. അതിൻ്റെ പ്ലേസ് കറക്റ്റ് പേരൊന്നും അറിയില്ല. പിന്നെന്താ ഒരു ഓപ്പൺ സ്പേസാണ്. അവിടെ സ്വാനും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. ഇതാണ് ആ പ്ലേസ്. പിന്നെ ഇതിന് ഡക്കാണോ സ്വാനാണോ നമ്മൾ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതിന് സ്വാൻ എന്നാണ് കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഇതിൻ്റെ ആ ഒരു സ്വിമ്മിങ് ഒക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ നല്ല ക്ലിയർ വാട്ടറാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ വന്നപ്പം നമ്മൾ ഈവനിങ് ആണ് വന്നത്. ഈ ടൈം ഭയങ്കര എന്താ പറയുക, അന്നൊക്കെ ഭയങ്കര വിൻ്റർ ടൈമാണല്ലോ. ഇപ്പം നല്ല ക്ലൈമറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇപ്പോൾ ഔട്ട്ഡോറൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ് ഇപ്പോൾ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇപ്പം ഔട്ട്ഡോർ തന്നെയാണ്. ഇപ്പം ഇവിടെ ചൂടൊക്കെ ആകുമ്പം ആരും പുറത്തൊന്നും പോകില്ലല്ലോ. അപ്പം ഇപ്പോൾ ഈ വിൻ്റർ ടൈം മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യാനാണ്. പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുക, വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് കഴിക്കുക. മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏത് പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വൈബ് അടിക്കുന്ന ആൾക്കാർ തന്നെ ഉള്ളൂ. നമ്മളിതൊക്കെ ടീയും പിന്നെ സ്നാക്സൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫാമിലീൻ്റെ കൂടെ. പിന്നെ കുട്ടികളാണെങ്കിൽ സൈഡിൽ അവരും കളിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട്, അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഈ ഐറ്റമാണ് ഉള്ളത്, കുട്ടികൾ കയറുന്ന ഈ സംഭവങ്ങളും. പിന്നെ ഇങ്ങനത്തെ
ഇത് ബഗ്ഗി എന്ന് തന്നെയല്ലേ ഇതിന് പറയാം. അങ്ങനത്തെ ബഗ്ഗിയും അത് വലിയ ആൾക്കും ചെറിയ ആൾക്കും എല്ലാവർക്കും കയറാൻ പറ്റും. പിന്നെ അതുപോലെ പിന്നെ ഹോഴ്സ് റൈഡും കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നും പിന്നെ കുട്ടികളെ കയറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നമ്മളൊരു എന്താ പറയുക മഗ്‌രിബ് കഴിഞ്ഞപ്പോൾ ആ ടൈം ആയപ്പോൾ മഗ്‌രിബ് അവിടുന്ന് നിസ്കാരവും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എന്നിട്ട് അങ്ങനെ ഇവിടെ ഒരു എക്സിബിഷൻ പോലെയുണ്ട്, പാർക്കിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു എക്സിബിഷനാണ്. നമ്മുടെ നാട്ടിലെല്ലാം ഫെസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, സെയിം സംഭവം തന്നെയാണ്. അപ്പം ഇതിന് മസ്കറ്റ് നൈറ്റ് എന്നാണ് പറയുക. അങ്ങനെ ഇതുപോലെ തന്നെ കുറേ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ അവിടത്തേക്ക് പോയി. പിന്നെന്താ ഇത് എനിക്കൊന്ന് ഭയങ്കര വലിയ പാർക്കാണ്. അപ്പം നമ്മൾ ഒരു സൈഡിലേക്ക് കൂടി പോയപ്പം വേറൊരു സൈഡ് നമ്മൾ ഇറങ്ങുന്ന ടൈം നമ്മളവിടെ പോയിട്ടേ ഇല്ല. അപ്പം അത്രക്കും വലുതാണ്. കുറേ സ്റ്റോൾസ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ സ്റ്റോളിൻ്റെ സൈഡിൽ പോയിട്ടില്ല. ഇത് പാർക്കിൻ്റെ സൈഡിൽ പോയതുകൊണ്ട് നമ്മളതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇവിടെയെല്ലാം കയറി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വേഗം നേരെ പാർക്കിലും ഇങ്ങനെ കളിക്കാനെല്ലാം ഓടാം. അപ്പം അങ്ങനെ അവരുടേതായിട്ട് അവർ എൻജോയ് ചെയ്ത് അവരങ്ങനെ വിട്ടു. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ഈ ഇത് മസ്കറ്റാണല്ലോ. അപ്പം മസ്കറ്റ് നൈറ്റിൽ ഇപ്പോൾ ഒരു സൈഡിൽ തന്നെ ഇവരുടെ എന്താ പറയുക ട്രഡീഷണൽ ഐറ്റംസും ഇവരുടെ കൾച്ചർ കാണിക്കുന്നതും ഇവരുടെ ആ ഒരു ഡ്രസ്സിങ് പിന്നെ ഫുഡ് അതൊക്കെ കാണിക്കുന്ന ഒരു എന്താ പറയുക സെക്ഷനാണിത്. അതിന് തന്നെയാണ് മസ്കറ്റ് നൈറ്റ് മെയിനായിട്ട്. പിന്നെ ഇതാ ഓരോരോ സംഭവങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അത് കൂടുതൽ എല്ലാം അറബിയിൽ എഴുതിയോണ്ട് എനിക്ക് അതിന് മീനിങ്സ് ഒന്നും അറിയില്ല. പിന്നെ അവരോട് ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ലോക്കൽസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അവർക്കും ഓരോരോ ആൾക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരും പെടും നമ്മളും പെടും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് ആൻറ്റിക് ഐറ്റംസ് ആണ്, കുറേ വർഷങ്ങളൊക്കെ യൂസ് ചെയ്ത സാധനങ്ങൾ ജസ്റ്റ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സംഭവങ്ങളിലും മനസ്സിലാകുന്നുണ്ട് എന്താണെന്നുള്ളത്, പക്ഷേ കുറേ സാധനങ്ങൾ ഇത് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വരെ മനസ്സിലാകുന്നില്ല. അതൊക്കെ എന്താണെന്ന് തന്നെ മനസ്സിലാകുന്നില്ല. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്, ഓരോന്നൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും ഒരു എന്താ പറയുക പണ്ടൊക്കെ ഇങ്ങനെല്ലാം യൂസ് ചെയ്തിനോ ഒക്കെ തോന്നിപ്പോവും കുട്ടികളെ കടത്തുന്നതെല്ലാം കണ്ടപ്പോൾ. പിന്നെ ഇതാ വലിയ വലിയ ലോക്കും കാര്യങ്ങളും. പിന്നെ ഇതൊക്കെ കണ്ട മുമ്പ് നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളാണ്. അതിപ്പം ഇവിടെ മസ്കറ്റിലായാലും ഉണ്ട് എന്ന് ഇപ്പം മനസ്സിലായി. നമ്മൾ വിചാരിക്കുന്നില്ല നാട്ടിലേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ അങ്ങനെ കുറേ ഐറ്റംസാണ്. ഇതെല്ലാം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ കുറേ വെപ്പൺസും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇത് സുറുമയാണ്, സുറുമയും പിന്നെ അതിൻ്റെ ഒന്നിച്ചെന്താണെന്നറിയില്ല. പിന്നെ അത് ചോദിക്കാൻ പോയില്ല, വേണ്ടല്ലോ. പിന്നെ ഇതെല്ലാം എനിക്കൊന്ന് ഈ മീൻ വലയാണ്. അത് ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നതാണ്. മീൻ നമ്മുടെ നാട്ടിലും ഇതേപോലെ എന്തൊക്കെയോ ഡെമോ ഉണ്ടാവാറില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ലോക്കൽസ് തന്നെയാണ് ഫുഡൊക്കെ വാങ്ങി എല്ലാവരും ഫാമിലീൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഒമാനിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവരുടെ ഒമാൻ ഹൽവയാണുള്ളത്. അത് ഭയങ്കര ടേസ്റ്റ്. അതൊക്കെ കുറേ ഫ്ലേവേഴ്സിൽ തന്നെ ഉണ്ട്. ഇത് ഡേറ്റ്സിൻ്റെ ഹൽവയാണെന്ന് തോന്നുന്നത്. എന്താ പറയുക ചൂടോടെ കഴിക്കുമ്പോൾ ഒരു വേറെ ഫീലാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കുറേ വെറൈറ്റി സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം എനിക്കൊന്ന് ഹൽവ തന്നെ ആയിരിക്കും. പിന്നെ കുറേ ഫ്ലേവേഴ്സിൽ. പിന്നെ നമ്മൾ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല. അവിടെയുള്ള ആ ഒരു ലൈവായിട്ട് ചെയ്യുന്നത് വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ട്രഡീഷണൽ ഫുഡായിട്ട് ഇവരെ ഈ ലോക്കൽസിൻ്റെ ട്രഡീഷണൽ ഫുഡ് കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് റിഗാഗാണ്. ഇതുപോലെ ചബാപ്പോ അങ്ങനെ പറഞ്ഞിട്ടും വേറെ എന്തൊക്കെയോ ഉണ്ട്. റിഗാഗ് പിന്നെ എന്താ പറയുക ഇവരുടെ മെയിൻ ലോക്കൽസിൻ്റെ ഒരു ഇഷ്ട സാധനം തന്നെയാണ്. അതൊന്നുമില്ല, ക്രിസ്പി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. അതിൻ്റെ അകത്ത് ചീസ് പിന്നെ ഇങ്ങനത്തെ ചിപ്സ് ഐറ്റംസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് കുറേ ഫില്ലിങ്ങിൽ തന്നെ ഇവർ ചെയ്യലുണ്ട്. പിന്നെ മെയിൻ ലുക്കൈമത്താണ്. ലുക്കൈമത്ത് വിട്ട് ഇവർ കളിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മന്തി എമറാത്തി കുസീനൊക്കെ കിട്ടുന്ന ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ എന്താ പറയുക ലുക്കൈമത്ത് സ്വീറ്റായിട്ട് അവർ കൊടുക്കും. എപ്പോഴും ഉണ്ടാകലുണ്ട് മന്തിൻ്റെ കൂടെ. അപ്പോൾ അതിൽ ഇവരുടെ ഒരു മെയിൻ സംഭവമാണ്. പിന്നെ ഇതെല്ലാം കണ്ട് നമ്മൾ എന്താ പറയുക പിന്നെ നേരെ പാർക്കിൽ ജസ്റ്റ് ആ ലോണിൽ പോയിട്ട് ഇരിക്കുന്നുണ്ടായത്. പിന്നെ കുറേ ടൈമായി അങ്ങനെ ഇരുന്ന് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ച് പിന്നെ ഈ ഒരു എന്താ പറയുക ഇപ്പം ഈ ടൈം
ഫുൾ ഫയർ വർക്ക്സ് നടക്കുന്ന ടൈമാണല്ലോ. എന്ന് വെച്ചാൽ ന്യൂ ഇയർ അല്ലേ, അപ്പം കുറച്ച് ഡേയ്സ് അധിക സ്ഥലത്തും ഇതേപോലെ ഫയർ വർക്ക്സ് ഉണ്ടായാലുണ്ട്. അപ്പം അന്നും നമ്മൾ പോയപ്പോൾ ഫയർ വർക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫയർ വർക്ക്സ് കറക്റ്റ് കാണുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫയർ വർക്ക്സ് എല്ലാം കാണാൻ വേണ്ടി അവിടെ ഇരുന്ന്. പിന്നെ ഫയർ വർക്ക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക, ചെറിയ എന്തെങ്കിലും പൊട്ടുന്ന കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം ഓടലല്ലേ. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ഏജ് ആയി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ അതൊരു എന്താ പറയുക ന്യൂ തന്നെയാണ്. അല്ലാണ്ട് എന്താ പറയുക അത് കണ്ടിന് അങ്ങനെ വിചാരിച്ചിട്ടല്ല. അതൊക്കെ എന്താ പറയുക പുതിയതായിട്ട് ഇപ്പം നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞാലും നമ്മളിതൊന്നും എന്താ പറയുക മടുക്കാത്ത സംഭവമില്ലേ. ഇപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. കുറച്ച് മസ്കറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെന്താ പറയുക, ഇനിയും ഇൻഷാ അല്ലാഹ് ഇതേപോലെ തന്നെ കുറേ വീഡിയോസും എന്താ പറയുക കുറേ എക്സ്പ്ലോർ ചെയ്യുന്ന സംഭവങ്ങളും എല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇനിയും ഇടാം. ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ജസ്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. പിന്നെന്താ ഇത്ര തന്നെ. കുറേ തെറ്റുകളുണ്ടാവും എന്തായിട്ടും, സ്റ്റാർട്ടിങ് അല്ലേ, അതൊക്കെ പഠിച്ച് വരുമ്പോഴേക്ക് കുറച്ച് ടൈം എടുക്കും എന്തായാലും. പിന്നെ വേറെന്താ, പിന്നെ ഇതൊക്കെ കണ്ട് നമ്മൾ വന്ന ആ റോഡിലെ തന്നെ പിന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്ടേൺ വരുമ്പോൾ ഭയങ്കര രസമുള്ള വ്യൂ തന്നെയാണിത്. എന്നാൽ വരുന്ന ടൈം നമ്മൾ ഈ ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പം തിരിച്ച് വരുമ്പം ശരിക്കും നമ്മൾ ഫ്ലൈറ്റെല്ലാം ഇറങ്ങുമ്പോൾ കിട്ടുന്ന വ്യൂ ഇല്ലേ, സെയിം അതാന്ന് വെച്ചാൽ നല്ല ഹൈറ്റിലല്ലേ നമ്മളുള്ളത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കുറച്ച് കണ്ടു. പിന്നെ അങ്ങനെ എന്താ പറയുക ദുബായിലേക്ക് തിരിക്കുകയാണ്. പിന്നെ മോൾക്ക് ക്ലാസ് ഉണ്ട്, ഹസ്ബൻഡിന് ഓഫീസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ പിന്നെ നിന്നിട്ടില്ല. പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പിന്നെ ഇതേപോലെ തന്നെയാണ് കുറച്ച് വീഡിയോസ് പിന്നെ പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ. സെയിം നമ്മൾ വരുമ്പോൾ അങ്ങനെ കണ്ടത് അതുപോലെ തന്നെ ഉള്ള വിഷ്വലാണ്. പിന്നെ കൂടുതലില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല, അത്ര തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ ബോർഡറിൽ എവിടെയെല്ലാം നിർത്തിയത് അതുപോലെ തന്നെ അവിടെയും തിരിച്ചു പോകുമ്പോൾ നിർത്തി അവർ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ബോർഡറിൽ നിന്ന് പിന്നെ ക്ലിയർ ചെയ്തിട്ട് വിടുക. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇതുപോലെ തന്നെ ഇനിയും വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും. ഓക്കെ, ടിൽ ദാൻ ബൈ.